കൺസൈൻമെന്റിലെ അബ്നോർമൽ ലോസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. ഗുഡ്സ് ആർ സംടൈംസ് ലോസ് ബൈ കെയർലെസ്നെസ് ഓർ ആക്സിഡന്റ്. Such loss is not natural and is not inherent in the particular type of goods but are avoidable by careful handling. ചില ഗുഡ്സ് ഒക്കെ നഷ്ടപ്പെടുന്നത് ഈ നമ്മൾ ശ്രദ്ധയില്ലാതെയും അതുപോലെ തന്നെ ആക്സിഡന്റ് വഴിയൊക്കെ ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത്. അതൊരിക്കലും നാച്ചുറലായിട്ട് സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു സാധനത്തിൻ്റെ സ്വഭാവം വെച്ച് അതിൻ്റെ ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്ന സാധ്യതയുള്ള ഒരു ലോസ് അല്ല. അത് നമുക്ക് വേണമെങ്കിൽ ആ നഷ്ടം നമുക്ക് ഒഴിവാക്കാം, അത് വളരെ സൂക്ഷിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ. ലോസ് ബൈ തെഫ്റ്റ്, ലോസ് ബൈ ഫയർ എക്സെട്ര ആർ അബ്നോർമൽ ലോസ്. മോഷണം വഴിയോ അല്ലെങ്കിൽ തീപിടുത്തം വഴിയോ ഒക്കെയാണ് അബ്നോർമൽ ലോസ് സാധാരണ സംഭവിക്കുന്നത്. An abnormal loss may be defined as an avoidable, unexpected, and accidental loss which is due to the careless handling of the goods. Abnormal loss എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡബിൾ ആണ്. ആസ് ആൻ അവോയ്ഡബിൾ, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ്, നമുക്ക് അറിയത്തില്ല, തീ പിടിക്കുകയോ ഇല്ലയോ, മോഷണം പോവുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലാത്ത കാര്യമാണ്. ആൻഡ് ആക്സിഡൻ്റൽ ലോസ്, ആക്സിഡൻറ്റ് വഴി സംഭവിക്കുന്ന ഒരു നഷ്ടമാണ്. വിച്ച് ഈസ് ഡ്യൂ ടു ദ കെയർലെസ് ഹാൻഡ്ലിംഗ് ഓഫ് ദി ഗുഡ്സ്. നമ്മൾ ശ്രദ്ധയില്ലാതെ ആ ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ഈ അബ്നോർമൽ ലോസ് ഉണ്ടാകുന്നത്. If these laws are allowed to affect the consignment account, the profit on consignment will be unduly affected, and the profit earned from consignment during different accounting periods cannot be compared. ഇനി ഈ നഷ്ടങ്ങളൊക്കെ നമ്മുടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അത് കൺസൈൻമെൻറ്റിൽ നിന്നുള്ള പ്രോഫിറ്റിനെ നല്ല രീതിയിൽ അത് ബാധിക്കും, അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൺസൈൻമെൻറ്റ് ഓരോ അക്കൗണ്ടിങ് പീരീഡിൽ കൺസൈൻമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകും. ദെയർഫോർ, കാരണം എല്ലാ വർഷവും ആക്സിഡൻറ്റ് സംഭവിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ, എല്ലാ വർഷവും മോഷണം നടക്കുന്ന നിർബന്ധമില്ല. അതും ഒരേ രീതിയിൽ തന്നെ തീപിടുത്തമോ മോഷണമോ ഒന്നും സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു ലോസ് നമ്മുടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ചില വർഷത്തിൽ ഈ നഷ്ടമൊന്നും ഉണ്ടായില്ലെങ്കിൽ ചില വർഷം ഈ അബ്നോർമൽ ലോസ് ഉണ്ടായില്ലെങ്കിൽ ചില വർഷം പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ലോസ് ഉണ്ടാകുന്ന വർഷം എന്തായിരിക്കും സംഭവിക്കുന്നത്, പ്രോഫിറ്റ് കുറവുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റാണ്ട് വരും. Therefore, it is a practice to eliminate such loss from the consignment account. അതുകൊണ്ട് തന്നെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ആ ലോസ് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് ഉണ്ട്. The amount of abnormal loss is calculated in the same manner of valuing the unsold stock. നമ്മൾ സ്റ്റോക്ക് വാല്യുവേഷൻ ക്ലോസിംഗ് സ്റ്റോക്കിന് വാല്യുവേഷൻ നടത്തിയില്ല, അതുപോലെ തന്നെയാണ് അബ്നോർമൽ ലോസിൻ്റെയും കാൽക്കുലേഷൻ നടത്തുന്നത്. ആൻഡ് ഇസ് ക്രെഡിറ്റഡ് ടു ദ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബൈ ഡെബിറ്റിംഗ് ദ സെയിം ഇൻ ദ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്നിട്ട് ആ ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത്, കൺസൈൻമെൻറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഈ അബ്നോർമൽ ലോസും റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ അത് പേര് കൊടുക്കുന്ന അബ്നോർമൽ ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് കൊടുക്കുന്നത്. If it is debited to abnormal loss account, any amount realized from the sale of damaged goods or as compensation from insurance companies or any other agency be credited to it. ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ടിലാണ് നമ്മളത് ഡെബിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഡാമേജ്ഡ് ആയ ഗുഡ്സ് നമ്മൾ സെയിൽ നടത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ എമൗണ്ട് കിട്ടുകയോ അതല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ആ അബ്നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് തന്നെയാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ബട്ട് ഇഫ് എനി ഇൻ ദ അബ്നോർമൽ ലോസ് ബാലൻസ് ഇഫ് എനി ഇൻ ദ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫർഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വൈൽ പ്രിപ്പയറിംഗ് ദ ഫൈനൽ അക്കൗണ്ട്സ്. എന്നിട്ട് ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഇനി ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിൽ നിന്ന് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. നമുക്ക് ഇലിസ്ട്രേഷൻ 14 നോക്കാം. അബ്നോർമൽ ലോസിൻ്റെ ഒരു പ്രോബ്ലമാണ്. BPL Limited consigned 100 TV sets to Smiles Land Trivandrum at 22,000 per set. BPL Limited paid packing and forwarding charges rupees 20,000. 10 TV sets were lost by theft in transit and Smiles Land took delivery of the balance of sets after accepting a bill for rupees 10 lakhs drawn against the consignment. The bill is met on due date. The consignee sold 70 sets at rupees 40,000, for which a consignment of commission of 4% plus 1% deducted commission is payable. The expenses of consignee were duty and clearing charges 9 lakhs
freight and loading 18,000, go down rent 3,000, and salesman's commission 70,000. A customer who bought one TV set failed to pay amount due. He become insolvent. Prepare imported ledger accounts in the books of consignors and give journal entries in the books of consignee. Consignee remitted the amount due in draft along with account sales. Also show the calculation of abnormal loss and consignment stock. അപ്പം നമുക്കിനി ലെഡ്ജർ അക്കൗണ്ട്സ് ആദ്യം തന്നെ നോക്കാം. ആദ്യമേ നമുക്ക് കൺസൈൻമെൻറ്റ് ടു ട്രിവാൻഡ്രം അക്കൗണ്ട് എന്നുള്ള കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിൽ ഫസ്റ്റ് നമ്മൾ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് 22,000 പെർ സെറ്റാണ്, 100 സെറ്റാണ് നമ്മൾ സെൻഡ് ചെയ്തത്. അപ്പോൾ 22,000 ഇൻറ്റു 100 22 lakhs. ഇനി കൺസൈനറുടെ എക്സ്പെൻസസ് ഉണ്ട്. കൺസൈനറുടെ എക്സ്പെൻസിൽ ഒന്ന് പാക്കിംഗ് ആൻഡ് ഫോർവേഡിങ് ചാർജസ് ആണ് 20,000 ടു ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതണം. അതുപോലെ തന്നെ സ്മൈൽസ് ലാൻഡിന് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് 9 lakhs ഉണ്ട്. അപ്പോൾ 18,000 ഉണ്ട്, 3,000 ഉണ്ട്, കമ്മീഷൻ ഉണ്ട് 70,000. ടോട്ടൽ 9,91,000. അതുപോലെ തന്നെ അവരുടെ കമ്മീഷൻ സെയിൽ നടത്തിയ കാര്യം പറയുന്നുണ്ട്. സെയിൽ നടത്തിയത് എത്രയായിരുന്നു? സ്മൈൽസ് ലാൻഡ് സെയിൽ നടത്തിയത് 70 sets at rupees 40,000 each. അപ്പം 28 lakhs. 28 lakhs ആണ് സെയിൽസ് വരുന്നത്. അതിൻ്റെ 5% ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ ഉൾപ്പെടെ 4+1 5% കമ്മീഷൻ, അതാണ് 1,40,000 വന്നത്. ഇനി ഇതിനകത്ത് അബ്നോർമൽ ലോസ് ഉണ്ട്. 10 TV sets വേർ ലോസ്റ്റ് ബൈ തെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 10 TV sets അബ്നോർമൽ ലോസിലൂടെയാണ് നഷ്ടപ്പെട്ടത്. അപ്പം അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെയുണ്ട് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന്. നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കോസ്റ്റ് ഓഫ് പെർഫോമ പ്രൈസ് 22,000 നമ്മൾ കോസ്റ്റ് അതിൻ്റെ. അത് 10 സെറ്റ്സിനുള്ളത് 2,20,000. പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസും ആഡ് ചെയ്യണം. 20,000 പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഉണ്ട്. അതിൻ്റെ എക്സ്പെൻസും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 20,000 ഇൻറ്റു 10 സെറ്റാണ്, 100 സെറ്റിനെയാണ് 20,000. അപ്പോൾ 10/100 2,000. ടോട്ടൽ 2,22,000. അതാണ് എമൗണ്ട് ഓഫ് ലോസ്. അത് അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യുന്നത് പോലെ തന്നെ ആണ് അതും ചെയ്യേണ്ടത്. 2,22,000. ഓക്കെ. ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര 100 എണ്ണമാണ് നമ്മൾ കൺസൈൻമെൻറ്റ് കൊടുത്തത്. അതിൽ 10 എണ്ണം നഷ്ടപ്പെട്ടു, 70 എണ്ണം വിറ്റു. അപ്പോൾ എത്ര വരും ബാലൻസ് സ്റ്റോക്ക്? 20 സെറ്റ്സ് വരും. 100 മൈനസ് 10 ലോസ്, 70 സെയിൽ, ബാലൻസ് 20,000. കോസ്റ്റ് ഓഫ് 20 സെറ്റ്സ് എന്ന് പറയുന്നത് 22,000 ഇൻറ്റു 20, ദാറ്റ് ഈസ് 4,40,000. പിന്നെ കൺസൈനറുടെ പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ അബ്നോർമൽ ലോസ് കണ്ടുപിടിച്ചപ്പം കൺസൈനറുടെ എക്സ്പെൻസ് മാത്രമേ എടുത്തുള്ളൂ, കൺസൈനിയുടെ എക്സ്പെൻസ് എടുത്തില്ല. കൺസൈനറുടെ എക്സ്പെൻസ് 20,000 ആണ്. അത് 20 സെറ്റ്സിന് വേണ്ടിയിട്ട് പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് കൊടുക്കണം. 20/100 ദാറ്റ് ഈസ് 4,000. ആൻഡ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ അല്ല, കൺസൈനിയാണ്. കൺസൈനിയുടേത് ഏതൊക്കെ എടുക്കണം? 9 lakhs ഡ്യൂട്ടി ആൻഡ് ഹാൻഡ്ലിംഗ് ചാർജസ്, അതുപോലെ തന്നെ ലോഡിംഗ് ആൻഡ് ഫ്രൈറ്റ് അത് എടുക്കാൻ പറ്റുള്ളൂ. ഗോഡൗൺ റെൻറ്റ് സെയിൽസ് കമ്മീഷനും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് 9,18,000 ഇൻറ്റു 20 ഇവിടെ ഒരു കാര്യം കണ്ടോ, അയാൾക്ക് 90 സെറ്റ്സേ കിട്ടിയിട്ടുള്ളൂ. ഉണ്ടോ? ഇവിടെ എടുത്തേക്കുന്നുണ്ടോ? കാരണം 10 നഷ്ടപ്പെട്ടിട്ടാണ് അയാളുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ 100 എടുക്കാൻ പറ്റത്തില്ല. അത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. 9,18,000 ആണ് അയാളുടെ നോൺ റെക്കറിങ് കോസ്റ്റ്. നോൺ റെക്കറിങ് എക്സ്പെൻസ് 20 സെറ്റ്സിന് വേണ്ടിയിട്ട് പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ടോട്ടൽ സെറ്റ് എടുക്കുമ്പോൾ 100 അല്ല എടുക്കേണ്ട. അയാളുടെ കൈവശം എത്ര കിട്ടിയുള്ളൂ? 90 കിട്ടുള്ളൂ. 10 നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ 20/90 ദാറ്റ് ഈസ് 2,04,000. ടോട്ടൽ 6,48,000. ആ 6,48,000 ആണ് സ്റ്റോക്കിൻ്റെ
വാല്യൂ. ഓക്കെ, എന്നിട്ട് ബാലൻസ് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി കൺസൈനീഡ് അക്കൗണ്ട്. കൺസൈനീഡ് അക്കൗണ്ട് ആദ്യമേ തന്നെ അയാൾ സെയിൽ ചെയ്ത കൺസൈൻമെൻറ്റ് 28 lakhs. അതുപോലെ തന്നെ അയാളൊരു ബിൽസ് റിസീവബിൾ കൊടുത്തായിരുന്നു ഒരു 10 lakhs. accepting a bill 10 lakhs. So bills receivable 10 lakhs. അയാളുടെ എക്സ്പെൻസ് 9,91,000, കമ്മീഷൻ 1,40,000, ബാലൻസ് 6,69,000 ബാലൻസ് എമൗണ്ട് കൊടുക്കാം. ഇതിനകത്ത് ബാഡ് ഡെപ്റ്റിൻ്റെ ഒരു സെറ്റ് വാങ്ങിയ ആൾ ബാഡ് ഡെപ്റ്റ് ആയി പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ട്രാൻസാക്ഷൻ ഒന്നും കൺസൈനറുടെ അക്കൗണ്ടിൽ ബുക്കിൽ വരത്തില്ല. ഓക്കെ, ഇനി അബ്നോർമൽ ലോസിൻ്റെ അതുപോലെ തന്നെ സാധാരണ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻ്റ് ഉണ്ട്. നമുക്കറിയാം ബൈ കൺസൈൻമെൻറ്റ് 22 lakhs. അതേ എമൗണ്ട് തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ അഡീഷണൽ വരുന്ന അബ്നോർമൽ ലോസ് അക്കൗണ്ട് ടു കൺസൈൻമെൻറ്റ് ഇവിടെയാണ് വരുന്നത്, ഇങ്ങോട്ട് വരും. ടു കൺസൈൻമെൻറ്റ് 2,22,000. ബാലൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം 2,22,000. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇതെല്ലാം 2,22,000 തന്നെയാണ് കേട്ടോ. നേരെ തിരിച്ച് വന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ടു അബ്നോർമൽ ഇതിവിടെയല്ലേ വരുന്നത്, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം ടു അബ്നോർമൽ ലോസ് 2,22,000. ബാലൻസ് ബൈ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് 2,22,000. പിന്നെ കൺസൈനിയുടെ ലെഡ്ജർ ബുക്കിൽ നമ്മൾ ജേണൽ എൻട്രീസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് അയാളുടെ എക്സ്പെൻസ് BPL ലിമിറ്റഡിൻ്റെ എക്സ്പെൻസ് 9,91,000. BPL ലിമിറ്റഡ് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതണം. കൺസൈനർ ഡെപ്റ്റർ ടു ബാങ്ക്, എക്സ്പെൻസസ് പേ ചെയ്തത്. പിന്നെ സെയിൽ നടത്തിയത് ബാങ്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് ടു BPL ലിമിറ്റഡ് 28 lakhs എന്ന് എഴുതി. കാരണം ഇതിനകത്ത് ക്യാഷ് സെയിൽ എത്രയാണ് ക്രെഡിറ്റ് സെയിൽ എത്രയാണെന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് ബാങ്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് എന്നുള്ള ഒറ്റ പേരാണ് കൊടുത്തിരിക്കുന്നത്, 28 lakhs. പിന്നെ അയാളുടെ കമ്മീഷനുണ്ട്. അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ്സ് ഉണ്ട്. ഈ കൺസൈനിയുടെ ബുക്കിലാണ് ബാഡ് ഡെപ്റ്റിൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ ബാഡ് ഡെപ്റ്റ്സ് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് 40,000 rupees. കാരണം 40,000 rupeesനാണ് ഒരു സെറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു സെറ്റ് വാങ്ങിച്ചാണ് ബാഡ് ഡെപ്റ്റ് ആയി പോയത്. ബാഡ് ഡെപ്റ്റ് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് 40,000. പിന്നെ ബാലൻസ് എമൗണ്ട് 6,69,000. നമ്മളിവിടെ അയാൾ ബാലൻസ് എമൗണ്ട് BPL ലിമിറ്റിന് കൊടുക്കണമല്ലോ. BPL ലിമിറ്റഡ് ഡെപ്റ്റർ ടു ബാങ്ക് 6,69,000. നമ്മൾ ആ കൺസൈനിയുടെ ലെഡ്ജർ ബാലൻസ് കിട്ടിയില്ലായിരുന്നോ, ആ എമൗണ്ട് ടു ബാങ്ക് എന്നും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അയാളുടെ ബിൽസ് റിസീവബിളിൻ്റെ എൻട്രി കൂടെ എഴുതാനായിട്ടുണ്ട്. ഫസ്റ്റ് എൻട്രി അതാ വരുന്നത്. BPL ലിമിറ്റഡ് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ 10 lakhs, ആ എമൗണ്ടും എഴുതാം. പിന്നെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇത് ടാലി ആവാതെയല്ലേ നിൽക്കുന്നത്. 3,33,000 2,22,000 ആണ് വരുന്നത്. അത് ടാലി ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് 2,22,000 ഇവിടെ എഴുതി. പിന്നെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ 3,33,000 അല്ല വരുന്നത്, 3,19,000 ആണ്. ഈ എമൗണ്ട് ആണ് വരുന്നത് ഉണ്ടോ, 3,19,000. ബാലൻസ് എമൗണ്ട് ആണ് ടു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് വരുന്നത്. കാരണം അത്രയും നഷ്ടം കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് എങ്കിൽ ഇത് ടാലി 3,19,000, 3,33,000 അല്ല, 3,19,000. പിന്നെ ഇവിടെ അബ്നോർമൽ ലോസ് 2,22,000. പിന്നെ ടു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ബാലൻസ് എമൗണ്ട് 3,19,000 മൈനസ് 2,22,000 എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് അത് എഴുതുക. ഇത്രയാണ് ഇലിസ്ട്രേഷൻ 14.